ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഗ്രാൻ ടെറിസ്മോ എന്ന മൂവിയുടെ 4K അൾട്രാ HD ഡിസ്കിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഗ്രാൻ ടെറിസ്മോ എന്ന് പറയുന്നത് 2023 ഇറങ്ങിയ ഒരു അമേരിക്കൻ സ്പോർട്സ് ബയോഗ്രാഫിക് ഫിലിമാണ്. നീൽ ബ്ലോംകാമ്പ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. യാൻ എന്നൊരു സിമുലേറ്റർ ഡ്രൈവർ, അതായത് നമ്മൾ ഈ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴേക്കും ജോയ്സ്റ്റിക്കിന് പകരം സിമുലേറ്റർ യൂസ് ചെയ്യും. അതായത് ക്ലച്ച് ബ്രേക്ക് എല്ലാം ഉള്ള ഒരു സെറ്റപ്പാണ് സ്റ്റിയറിംഗ് എല്ലാം വരുന്ന സിമുലേറ്റർ എന്ന് പറയുന്നത്. അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അല്ലെങ്കിൽ അത് വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു റിയൽ റേസർ ആവുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ് ഈ മൂവി തിയേറ്റർ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. പക്ഷേ എനിക്ക് ഈ മൂവി നല്ലപോലെ എൻജോയ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അറൗണ്ട് ഒരു 3-4 വട്ടം ഞാൻ മൂവി കണ്ടിട്ട് തന്നെ ഉണ്ട്. ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നത് അഡ്രിനാലിൻ റഷ് നല്ലപോലെ നമുക്ക് തരുന്ന രീതിയിലുള്ള മൂവിയാണ്. കാരണം ഇത് മൂവിയുടെ ഏത് പോയിന്റിൽ നിന്ന് കണ്ടു തുടങ്ങിയാലും നമുക്ക് പിന്നെയും നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാം. കാരണം സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടില്ല, ഏതെങ്കിലും ഒരു മിഡ് പോയിന്റ് നാം കണ്ടു തുടങ്ങി ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു ലെവൽ മൂവിയാണിത്. ഈ മൂവിയുടെ പ്ലോട്ട് ഒന്ന് ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിസാൻ എന്ന കമ്പനി ഒരു GT അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് വേൾഡിൽ നിന്ന് തന്നെ 10 ബെസ്റ്റ് സിമുലേറ്റർ പ്ലെയേഴ്സിനെ കളക്ട് ചെയ്തിട്ട്, അതായത് അവരുടെ ഒരു അക്കാഡമിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരിൽ നിന്നൊരു ബെസ്റ്റ് ഡ്രൈവറിനെ പിക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അയാൾക്ക് ഇവർ ഫണ്ട് ചെയ്യാം എന്നുള്ള പോലെ. അപ്പോൾ ഞാൻ എന്ന സിമുലേറ്റർ പ്ലെയർ പുള്ളിയുടെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും, മീൻസ് ഈ വീട്ടിൽ പ്രൂവ് ചെയ്യേണ്ട, അതായത് താൻ ഇഷ്ടപ്പെട്ടതാണ് താൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളും എല്ലാം കാണിക്കുന്നുണ്ട് പാരലായിട്ട്. പുള്ളി സിമുലേറ്റർ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡയറക്റ്റ് ഒരു റേസിംഗ് കാറിലേക്ക് എൻ്റർ ആവുന്നതും പുള്ളിയുടെ ഫീലിങ്സും പരിപാടിയും എല്ലാം കാണിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് FIAയുടെ ലൈസൻസ് കിട്ടുന്നതും അൾട്ടിമേറ്റ് ആയിട്ട് പുള്ളി ഒരു റേസർ ആവുന്നതുമാണ് സിനിമയുടെ പ്ലോട്ട്. നിങ്ങൾ പ്ലേ സ്റ്റേഷനൊക്കെ നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സും സൗണ്ട്സും എല്ലാം ഉണ്ട്. കാരണം ഇതിൻ്റെ ഈ മൂവി സ്റ്റാർട്ടാവുന്ന തന്നെ പ്ലേ സ്റ്റേഷൻ ആഡ് കാണിച്ചുകൊണ്ടാണ്. സോണി എന്നതിൻ്റെ മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് ബ്രാൻഡിങ്സ്, പ്യൂമ, മിഷ്ലിൻ, അങ്ങനെ ഒരുപാട് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും റേസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡിങ്സ് എല്ലാം കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഈ മൂവിയിൽ. ഈ സിനിമയുടെ റൺ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ 14 മിനിറ്റ് ആണ്. ടെക്നിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള മൂവിയാണ്. VFXൻ്റെ കാര്യമായാലും ശരി, സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ കാര്യമായാലും ശരി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ബ്ലൂറേ ഡിസ്കിൽ ഒരു അലോയ് വീലിൻ്റെ ഒരു ഇമേജും, അതേസമയത്ത് ഇതിൻ്റെ 4K ഡിസ്കിലേക്ക് വരുമ്പോഴേക്കും ഒരു സ്പീഡ് ഡയലിൻ്റെ, അതായത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ഇമേജുമാണ് കിട്ടുന്നുള്ളത്. അതെനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഈ ഇടയ്ക്കുള്ള അത്രയും നല്ലൊരു ആർട്ട് വർക്കുള്ള ഡിസ്കും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയാണ് ഗ്രാൻ ടെറിസ്മോ. അപ്പോൾ ഇതിൻ്റെ ഡിസ്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും 4K ഡിസ്കിൽ HDR10ഉം ഡോൾബി വിഷനും ഉണ്ട്. അതേസമയം ഡോൾബി അറ്റ്മോസും ഉണ്ട് സൗണ്ട് വരുമ്പോഴേക്കും. അതേസമയത്ത് ബ്ലൂറേയുടെ കാര്യം വരുമ്പോഴേക്കും DTSൻ്റെ മാസ്റ്റർ ഓഡിയോ 5.1 ആണ് വരുന്നത്. സോണിയുടെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഓഡിയോ വീഡിയോ റെഫറൻസ് ആയിട്ടാണ് നോർമൽ വരുന്നത്. ഇതിൽ മാറ്റമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു റെഫറൻസ് മെറ്റീരിയലായിട്ട് പറയാൻ പറ്റുന്ന ഐറ്റമാണ് ഈ ഡിസ്ക്. ഇതിലിപ്പോൾ ഉള്ള റേസ് സീക്വൻസുകളായാലും ശരി, റോഡിൻ്റെ ടെക്സ്ചർ ആയാലും ശരി, നല്ലൊരു ലൈഫ് ലൈക്ക് എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ നേരിട്ട് കാണുന്നൊരു എക്സ്പീരിയൻസ് കിട്ടും ഈ 4K ഡിസ്കിൽ. അതിൻ്റെ മെയിൻ ഗുണം വരുന്ന ഡോൾബി വിഷനിലാണ്. കാരണം ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർസ്, സ്പോർട്സ് കാർസിൻ്റെയൊക്കെ പെയിൻറ്റ്സ്, അതായത് ആ ബോഡി കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ഡീറ്റെയിലിംഗ് മനസ്സിലാവും. അത്രയും ഷൈനിങ് ആയിട്ടുള്ള ഒരു പോർഷൻസും അത്രയും ഒരു റിച്ച് ഫീലാണ് ഇത് കാണുമ്പോൾ. 4K കണ്ടിട്ട് ഇത് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ എനിക്ക് ബ്ലൂറേയിൽ എനിക്ക് ഈ സെയിം സീക്വൻസ് കണ്ട് നോക്കിയപ്പോഴേക്കും വളരെ ഡള്ളായിട്ടാണ് തോന്നിയത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ബ്ലൂറേ കാട്ടിയും എന്തുകൊണ്ട് റെക്കമെൻഡ് 4K ഡിസ്ക് തന്നെയാണ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല റെഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന, ഓഡിയോയ്ക്ക് വേണ്ടിയും പറയാൻ പറ്റും. ഡോൾബി അറ്റ്മോസ് ഇതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം ഒരു റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ റേസിംഗ് കാർസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടൊക്കെ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അത്രയും ലൗഡായിട്ടാണ് ഇത് പോകുന്നത്. നോർമലി അറ്റ്മോസ് മൂവീസിൽ ചില സമയത്ത് ഡയലോഗ്സ് ഒന്ന് ഡൗൺ ആയി പോകാറുണ്ട്, നമ്മൾ സൗണ്ട് കൂട്ടി വെക്കേണ്ട ഒരു എഫക്റ്റ് തോന്നാറുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. DTSൽ എങ്ങനെയാണോ ഡയലോഗ്സ് കേൾക്കുന്നത്, അതേ ഒരു എഫക്റ്റ് തന്നെ ലൗഡായിട്ടാണ് ഡയലോഗ്സ് കേൾക്കുന്നത്. ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡിസ്ക്. അറ്റ്മോസ് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു AVR ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കളക്ട് ചെയ്യേണ്ട ഒരു ഡിസ്ക് തന്നെയാണ് GT. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീനാണ് ഒരു ആക്സിഡൻറ്റ് സീനിൽ ആക്ച്വലി ഒരു എയർ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സ്പോർട്സ് കാർ ഫ്ലിപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ആക്സിഡൻറ്റ് സീനിൽ ഓൾമോസ്റ്റ് എല്ലാ സ്പീക്കേഴ്സിലും വളരെ ലൗഡായിട്ടുള്ള വോയിസ് ആണ് വരുന്നത്. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആക്സിഡൻറ്റ്. അത്രയും ഡെപ്തിൽ ആ സൗണ്ട് ചെയ്തിട്ടുണ്ട്. Was that his car?
ഞാൻ എന്ന് പറഞ്ഞ റേസർ സിമുലേറ്ററിൽ കളിക്കുന്ന ഒരു ഫീല് എന്നിട്ട് നേരെ റേസിംഗ് കാറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ട്, അതായത് ആ ബോഡി പാർട്സ് എല്ലാം വന്ന് കയറുന്നതും, അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് ആ എല്ലാ സ്പീക്കേഴ്സിൽ നിന്ന് സൗണ്ട് വന്നിട്ടൊരു സെൻറ്റർ പോയിന്റിലേക്ക് പോകുന്ന പോലൊരു ഫീല് കിട്ടും. നമുക്ക് അതൊക്കെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒരു DTS ട്രാക്ക് പോരാ, അറ്റ്മോസ് തന്നെ വേണം. നോർമലി പൊതുവേ ഒരു ഡൗട്ട് വരാനുള്ള എന്തുകൊണ്ട് 4Kയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ബ്ലൂറേ കട്ടി എന്തുകൊണ്ടാണ് ബെറ്റർ 4K എന്ന് പറയാൻ പറ്റുന്ന ഒരു റെഫറൻസ് മൂവിയാണ് ഈ സെറ്റ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സെറ്റാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് 4Kയും ബ്ലൂറേയും ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ബ്ലൂറേയിൽ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഒരു സ്പെസിഫിക് സീൻ എടുത്ത് കണ്ട് നോക്കിയിട്ട് ഇന്ന് 4K ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് അത്രയും ഡെപ്ത് മനസ്സിലാവും വീഡിയോയിലും ഓഡിയോയിലും. കാരണം അതുപോലൊരു റെഫറൻസ് ആയിട്ടാണ് GT. എൻ്റെ ഒരു മോസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ടോട്ട് പറയാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മൂവിയായിട്ട് കാണാം. ബൈ.